ആഘോഷിക്കുന്നത്? കുവൈത്തിൽ ഇപ്പോഴിതാ അവിടെ സമൂഹ നോമ്പുതുറ ഉൾപ്പെടെ നിരോധിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, അതായത് നിലവിൽ അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കുവൈത്തിൽ. ഒപ്പം തന്നെ നേരത്തെ ഖത്തറും സമാനമായി തന്നെ പൊതുപരിപാടികൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. സുരേഷ് വെള്ളിമുറ്റം വിശദാംശങ്ങൾ നൽകും. സുരേഷ്, റംസാൻ മാസമാണ്. സ്വാഭാവികമായിട്ടും റംസാൻ ആകുമ്പോൾ ഈ സമൂഹ നോമ്പുതുറയും വൈകുന്നേരത്തെ ഇഫ്താർ വിരുന്നും കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അതിപ്പോൾ ഏതൊക്കെ കുവൈത്ത് ഇപ്പോൾ അത് ഒരു നിർദ്ദേശം ലഭിക്കുന്നവരെ അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എവിടങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അക്ഷയ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ മനാമ, അതേപോലെ തന്നെ മുഷ്റാഖ്, ഈ രണ്ട് സ്ഥലങ്ങളിലായി 3 ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. 3 ബഹുനില കെട്ടിടങ്ങളാണ്, ആളുകൾ താമസിക്കുന്ന ബഹുനില കെട്ടിടങ്ങളിലാണ്. ഇതിൽ ആദ്യത്തെ കെട്ടിടത്തിലുള്ള ആളുകൾ ഒഴിപ്പിച്ചു എന്നും തീ അണയ്ക്കാനുള്ള ക്രമം തുടരുന്നുവെന്നും അല്പം മുൻപ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 കെട്ടിടങ്ങളിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ആ തീ അണയ്ക്കാനുള്ള ക്രമവും തുടരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് മിസൈൽ, രാജ്യത്തിന് നേരെ വന്നിട്ടുള്ള മിസൈൽ തകർത്തു. പക്ഷെ ആ മിസൈലിൽ നിന്നും ഡ്രോൺ ഉണ്ടായിരുന്നു. ആ ഡ്രോൺ പതിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങളിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഏതായാലും ആളുകൾ താമസിക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ അവിടെ പരിക്കേൽക്കുക, മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുക എല്ലാം തന്നെ ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഇനി അല്പം കഴിയുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ബഹ്റൈനിൽ നിന്നും മനാമയിൽ നിന്നും ലഭ്യമാക്കുകയുള്ളൂ. അതോടൊപ്പം സൗദി അറേബ്യയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഇന്ന് 2 ആക്രമണം ഉണ്ടായത്. ഒന്ന് റിയാദിൽ, തലസ്ഥാനമായിട്ടുള്ള റിയാദിലും, അതോടൊപ്പം തന്നെ കിഴക്ക് പടിഞ്ഞാറൻ റോഷ്യയിലും. ഈ 2 ആക്രമണത്തിലും ഇപ്പോൾ തങ്ങൾ മറുപടി നൽകുന്നില്ല. മറുപടി നൽകാനുള്ള അവകാശം ഞങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിൽ തിരിച്ചടിക്കുന്നില്ല എന്നർത്ഥമില്ല. പക്ഷേ ഇപ്പോൾ അതിന് മറുപടി നൽകുന്നില്ല. ഇത് അതിന്റെ സമയമല്ല എന്ന് ഉള്ള ഒരു സംയമനം പാലിക്കുന്ന നിലപാടാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരൻ GCCയിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഭരണകർത്താക്കളുമായി സംസാരിച്ചു. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, അതോടൊപ്പം തന്നെ ജോർദാൻ, എല്ലാവരുമായിട്ടൊരു ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിലെ എല്ലാ പൊതുപരിപാടികളിലും റദ്ദാക്കിയതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. കുവൈറ്റിൽ നേരത്തെ അക്ഷയെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ നോമ്പുതുറ അടക്കമുള്ള എല്ലാ പരിപാടികളും ഒഴിവാക്കി. കുവൈറ്റിലെ വിദ്യാലയങ്ങൾക്കും സർവകലാശാലകൾക്കുമൊക്കെ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. UAEക്ക് നേരെ 3 മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. ആ 3 മിസൈൽ ആക്രമണവും തകർക്കുകയും ചെയ്തു. സൗദി അറേബ്യ അബുദാബിയിൽ, തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിലേക്ക് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. അത് തകർത്തു. അവശിഷ്ടങ്ങൾ വീണ് ഒരാൾ മരിച്ചു. പാകിസ്ഥാൻ സ്വദേശിക്കാണ് ജീവൻ നഷ്ടമായത്. അതെ, ഒരാൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. അതായത് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പാകിസ്ഥാൻ പൗരൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സുരേഷ്, അതായത് നേരത്തെ കുവൈത്തിൽ 12 പേർക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇവരുടെയൊക്കെ പരിക്കൊക്കെ എത്ര സാരമുള്ളതാണ്. കൂടുതൽ ആക്രമണം ഉണ്ടാകുമ്പോൾ കൂടുതൽ മനുഷ്യന്മാരെയും കെട്ടിടങ്ങൾക്ക് മേലുൾപ്പെടെ ഇങ്ങനെ ആക്രമണം ഉണ്ടാവുന്നത് കാണുന്നുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവും? അതാണ് അക്ഷയ. കാരണം അക്ഷയ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം അപ്രതീക്ഷിതമാണ്. കാരണം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നേരെയാണ് ഒരു ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. മറ്റുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശികൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു. ഇത് തീർച്ചയായിട്ടും ഇറാൻ ഒരു വലിയൊരു പ്രതിസന്ധി നാളെയും ഒക്കെയുള്ള സമയങ്ങളിൽ ഉണ്ടാക്കും. കാരണം മറ്റെല്ലാ വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ GCC രാജ്യങ്ങൾ മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങൾ കൂടി ഇറാന്റെ ആക്രമണത്തെ അപലപിക്കുകയും ഇറാനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. തങ്ങളുടെ പൗരന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളൊക്കെ ഇറാനെതിരായിട്ടുള്ളൊരു നിലപാടിലേക്കും പ്രസ്താവനകളിലേക്കും ഒക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരു പക്ഷേ ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇന്ന് നടക്കുന്ന UN മീറ്റിങ്ങുകളിലൊക്കെ അത് വലിയ ചർച്ചയാക്കുകയും ചെയ്യും. ഏതായാലും ഈ പറയുന്നത് പോലെ കുവൈറ്റിൽ പലയിടങ്ങളിലായിട്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതോടൊപ്പം
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഒമാനിൽ മാത്രമാണ് ഒരു ആക്രമണമോ ഇത്തരം സംഭവമോ ഇല്ലാത്തത്. കാരണം ഈ സമാധാന ചർച്ചകൾ ഇപ്പോൾ ജനീവയിലും ഒക്കെ നടക്കുന്ന പലയിടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള സമാധാന ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്, മധ്യസ്ഥം വഹിച്ചിരുന്നത് ഒമാനാണ്. അതുകൊണ്ട് തന്നെ ഒമാന്റെ ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മറ്റ് എല്ലാ അഞ്ച് GCC രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആക്രമണ ശ്രമങ്ങളോ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ദുബായിലേക്ക് പോലും എത്തിയിരിക്കുന്നു. ദുബായിൽ ഏറ്റവും അധികം വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന പാം ജുമൈറ ഭാഗത്ത് പോലും തീപിടുത്തം ഉണ്ടായത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിലേക്ക്, ഹോട്ടലിലേക്ക് വീണ് അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ ഡിസ്കവറി ഗാർഡൻസ് മേഖലയിലൂടെയും ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. പക്ഷെ അവിടെ മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ പരിക്കോ ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടില്ല. ഇങ്ങനെ ദുബായിയെ പോലും ലക്ഷ്യം വെച്ച്, കാരണം ദുബായിൽ ഒരിക്കലും UAE ആകെ ഒറ്റ സൈനിക താവളം മാത്രമേ US അമേരിക്കയ്ക്കുള്ളൂ. അതാണെങ്കിൽ അൽദഫ്ര മേഖലയിലാണ്. അത് അങ്ങേ അറ്റത്ത് ഒരു മരുപ്രദേശമാണ്. അവിടേക്ക് അല്ലാതെ ഈ അബുദാബിയിലുണ്ടായിട്ടുള്ള ആക്രമണവും ദുബായിലുണ്ടായിട്ടുള്ള ആക്രമണവും ആക്രമണ ശ്രമങ്ങൾ രണ്ടും ജനവാസ മേഖലകളിലാണ് ഉണ്ടായിട്ടുള്ളത്. ദുബായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ദുബായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. ഈ കുവൈത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമൂഹ നോമ്പുതുറ ഉൾപ്പെടെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഭരണകർത്താക്കൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തെറ്റായ വാർത്തകളും വിവരങ്ങളും ഒന്നും തന്നെ പ്രചരിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖത്തറിൽ ദോഹയിൽ ഉണ്ടായിട്ടുള്ള ഈ മിസൈൽ വന്നു പതിച്ച ഒരു സാഹചര്യത്തിൽ ഖത്തറിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പൊതുപരിപാടികൾ ഒന്നും ഉണ്ടാകരുത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.